ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കെച്ചപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വീട്ടിലുണ്ടായ തക്കാളിയാണ് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് പഴുത്തതും അതുപോലെ തന്നെ അത്ര അങ്ങോട്ട് പഴുക്കാത്ത കണ്ടില്ലേ, അങ്ങനത്തെ തക്കാളിയും ഉണ്ട്. ഇത് ഇച്ചിരി സ്പെഷ്യലായിട്ടുള്ള കെച്ചപ്പാണ്. നമുക്ക് ബ്രെഡിൻ്റെ ഒപ്പമൊക്കെ കൂട്ടി കഴിക്കാനും അതുപോലെ തന്നെ നമ്മളിപ്പോൾ കറികൾക്ക് ഒഴിക്കില്ലേ, ചില്ലി ഗോബി അതുപോലെ തന്നെ ചില്ലി ചിക്കൻ, അതിലേക്കൊക്കെ നമ്മൾ കെച്ചപ്പ് ഒഴിക്കില്ല, അങ്ങനെയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കെച്ചപ്പാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ ചെയ്യാൻ പോകുന്നത് 4 തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് അത് ഇതിലേക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നല്ല തിളച്ച വെള്ളം, അടുപ്പത്ത് കിടന്ന് തിളച്ച അങ്ങനെ എടുത്ത് ഒഴിക്കുന്ന വെള്ളം, ചൂടാറാൻ പാടില്ല. അപ്പോൾ അത്രയും തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊരു 5-10 മിനിറ്റ് അത് അങ്ങനെ കിടക്കട്ടെ. അപ്പോഴേക്കും അങ്ങനെ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ തന്നെ ആ തക്കാളിയിലത്തെ ആ തൊലിയൊക്കെ ഒന്ന് ഇങ്ങനെ വിടർന്ന് വരും. ബാക്കിയുള്ള തക്കാളിയൊക്കെ നമുക്ക് 4 കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ എടുത്തിട്ടുള്ള പാനിലേക്ക് ഇട്ട് കൊടുക്കാം. 4 തക്കാളി മാത്രമാണ് ഞാൻ ആ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി കരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 15 മിനിറ്റോളം നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് തക്കാളിയില്ലേ, അത് തൊലി പൊളിച്ചിട്ട് അതും കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം. അതേപോലെ എടുത്ത് വെച്ചിട്ടുള്ള ബാക്കി തക്കാളിയുടെയും തൊലി കളയാനായിട്ട് നോക്കാം. അതിനുശേഷം ഈ തക്കാളിക്കില്ലേ, വെന്ത് വന്നിട്ടുള്ള തക്കാളി നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുള്ള തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള തക്കാളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചട്ടകം വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പഞ്ചസാര ഉരുകുന്നതിനനുസരിച്ച് ഇതുപോലെ വെള്ളം പോലെയൊക്കെ ആവും. മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിം, ഇതിലേതെങ്കിലും ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പിന്നെ അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അത് കണ്ട് കറക്റ്റ് കുക്കായിട്ട് പഞ്ചസാരയും തക്കാളിയും കൂടി നല്ലപോലെ ഒന്ന് മിക്സായി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളി നല്ലപോലെ കുക്കായി വരണം. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തക്കാളിയിൽ നിന്നും വെള്ളം ഊറി വരും. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയില്ലേ, അതും ഇതുപോലെ ആയിട്ട് ഈ ഒരു അവസ്ഥയിലായിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ വെള്ളമൊക്കെ വറ്റി വരണം. വറ്റി നല്ല തേൻ പോലെ വരുന്ന പറയില്ലേ, തക്കാളിയൊക്കെ തേൻ പോലെ ആയി വരണം. അപ്പോൾ അത് വരെ നമുക്ക് ഇത് ഒന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം, ഇതിലേതെങ്കിലും ഫ്ലെയിമിലിട്ടിട്ട് ആക്കിയെടുക്കുക. അപ്പോൾ ഈ തക്കാളി നല്ലപോലെ കുക്കായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഉള്ള വെള്ളം എന്ന് പറയുന്നത് ഇച്ചിരി കട്ടിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ കുക്ക് ചെയ്തെടുക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയാ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തുടക്കത്തിൽ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ വെള്ളമൊക്കെ ഉണ്ടാകുമ്പോൾ ഇടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പക്ഷേ അത് കട്ടിയായിട്ട് കണ്ടില്ല, ഇതുപോലെ കട്ടിയായിട്ട് വരും തോറും ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് ഇട്ടെന്ന് പറയുന്നത് 5 മിനിറ്റ് 2 മിനിറ്റ് ഗ്യാപ്പിൽ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചോളോ. തുടക്കത്തിൽ ഇടയിലൊക്കെ ഇളക്കി കൊടുത്താലും കട്ടിയാകും തോറും ഇടയിലിടയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഇവിടെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഗ്ലേസിങ്ങും അതുപോലെ തന്നെ കണ്ടില്ലേ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ ചൂടൊന്ന് ആറി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഈ ഒരു തിക്നെസ്സിലാണ് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത്. ഇത് ഇരുന്നിട്ട് ഒന്നുകൂടി തിക്കായി വരും. അപ്പോൾ ഈ ടൊമാറ്റോ കെച്ചപ്പ് ഒന്നുകൂടി തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി അതിനനുസരിച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം തേൻ ഒഴിച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ തേൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ വ്യത്യസ്ത രീതിയിലുള്ള ടൊമാറ്റോ കെച്ചപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലും ഉണ്ടാക്കി നോക്കി നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറികൾക്ക് ഒഴിക്കുന്നതിനൊപ്പം ബ്രെഡ് അതുപോലെ തന്നെ ചപ്പാത്തി അതിലൊക്കെ പറ്റി കഴിക്കുകയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കാം, ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തക്കാളി കിട്ടുകയാണെങ്കിൽ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.